അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന ഒരു പാറ്റയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാവുകയാണ്. പിന്നാലെ അക്കൗണ്ടുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വിലക്ക് ഏർപ്പെടുത്താനാണ് നീക്കം. ഇന്നലെ മരവിച്ച എക്സ് അക്കൗണ്ടിന് പകരം തുടങ്ങിയ പുതിയ അക്കൗണ്ടിനും വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിലാണ് പുതിയ അക്കൗണ്ട്. നോബിൾ മാരിക്കാരനുടെ വിശദാംശങ്ങൾ നൽകാൻ. നോബിൾ, ഈ ആക്ഷേപമായിട്ട് ഈ രാഷ്ട്രീയമായി പരിഹസിക്കപ്പെടുന്നതിന് ഏറ്റവും മൂർച്ച കൂടും എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഇങ്ങനെയൊരു അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നാലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഒരു വിലക്കൊക്കെ എന്നുള്ളത് ഇതിന്റെ സ്ഥാപകൻ പറയുന്നുണ്ട്. ഇതിന് തുടക്കമിട്ട ആൾ പറയുന്നുണ്ട്. ഇതിൽ വലിയ തരത്തിലുള്ള ഭയം ഉണ്ടായിട്ടുണ്ട്, ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക്, നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രുതി, കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമാണ് ഇപ്പോൾ തുടരുന്നത്. പ്രത്യേകിച്ച് ഈ CJP-യുടെ സമൂഹ മാധ്യമ എക്സ് അക്കൗണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ മരവിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ കോക്രോച്ച് ഇസ് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അക്കൗണ്ട് വരികയും ആ അക്കൗണ്ടുകളെ വലിയ തരത്തിൽ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം കണ്ടു. ഇൻസ്റ്റാഗ്രാമിലാണ് CJP-ക്ക് വലിയ തരത്തിൽ ഫോളോവേഴ്സ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അർദ്ധരാത്രി 15 ലക്ഷം ഫോളോവേഴ്സാണുള്ളതെങ്കിൽ ഇപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും അത് 18.7 ലക്ഷത്തിലേക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. വലിയൊരു മൂവ്മെന്റാണ് CJP കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേര് രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് ശക്തമായ നിലപാട് ഇതിൽ BJP-യും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദേശവിരുദ്ധ പ്രവർത്തനം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് നമുക്ക് വിവരമുള്ളത്. പുതിയ അക്കൗണ്ട് സമാനമായി തന്നെ മരവിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ശക്തമായ പ്രതിഷേധമാണ് ഇതിൽ BJP അടക്കം ഭാഗത്ത് ഉയരുകയും ചെയ്തു. കാരണം CJP-യുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി അടക്കം ഈ പറഞ്ഞ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ CJP ഉന്നയിച്ചിരുന്നു. യുവാക്കളും അത്തരത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വലിയ പിന്തുണ ഈ പറഞ്ഞ CJP-ക്ക് നൽകുന്ന സാഹചര്യമുണ്ട്. ഇത് വലിയ മൂവ്മെന്റായി തന്നെ മാറുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിനിടയിലാണ് ഇന്നലെ അവരുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചത്. ഇന്നിപ്പോൾ കോക്രോച്ച് ഇസ് ബാക്ക് എന്ന് പറഞ്ഞ പുതിയ അക്കൗണ്ടിലേക്കും ആളുകൾ വലിയ തരത്തിൽ ഫോളോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വലിയ മൂവ്മെന്റായി ഇത് മാറുമ്പോൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നേപ്പാളിലൊക്കെ വലിയ തരത്തിൽ ജൻസി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഒരു കൂട്ടായ്മകൾ, ഇത്തരത്തിൽ യുവാക്കളുടെ കൂട്ടായ്മയാണ് വലിയ ജൻസി പ്രക്ഷോഭമായി മാറുന്നത്. അത്തരത്തിലേക്ക് സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള ആശങ്കയൊക്കെ കേന്ദ്ര സർക്കാർ വിലയിരുത്തപ്പെടുന്നു, കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഈ പറഞ്ഞ CJP-ക്ക് എതിരെ നിലപാട് ഘടിപ്പിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും ഉണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ആളുകൾ ഒത്തുകൂടുകയും അല്ലെങ്കിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അത്തരത്തിൽ വിവിധങ്ങളായ നിലപാടുകൾ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കൂടിയാണ്. അങ്ങനെയാണ് എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണെങ്കിൽ കോക്രോച്ച് ഇസ് ബാക്ക് എന്ന് പറഞ്ഞ് പുതിയ അക്കൗണ്ട് വന്ന പശ്ചാത്തലത്തിൽ അതിലേക്കും വലിയ തരത്തിലുള്ള ആളുകളുടെ കടന്നുവരവ് ഉണ്ട്.